എന്റെ ദൈവമേ, ഫോൺ എടുക്കാൻ പറ്റുന്നില്ല, കടക്കാർ മൊത്തം വിളിച്ചോണ്ടിരിക്കുക. ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ കാശ് എങ്ങോട്ടും പോകുന്നില്ല, കാശ് ഇവിടെ തന്നെ ഉണ്ട്. ഇവന്മാര് അപ്പം ഇപ്പോ നമ്മളെ വലിപ്പിച്ചിട്ട് നമ്മുടെ കൂടെ നിന്ന സ്റ്റാഫ് പോയി സ്വന്തമായിട്ട് തുടങ്ങിയില്ലയോ സാറേ? ഉള്ളത് മതി സാർ, അവനൊക്കെ ഈ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോകും. എവിടുന്ന് എന്താണ് അടുത്ത എന്ത് കാര്യം ചെയ്താൽ ഇപ്പോ നിങ്ങളുടെ കയ്യിലുള്ള റിസർവ് ഫണ്ട് എത്ര എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളുടെ കയ്യിൽ റിസർവ് ഫണ്ട് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു മാസത്തിന് താഴെയുള്ള റിസർവ് ഫണ്ടേ നിങ്ങളുടെ കയ്യിൽ ഉള്ളൂ എങ്കിൽ, അതായത് 10 ലക്ഷം രൂപ ചെലവുണ്ട് ഈ മാസം, പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, അതല്ലെങ്കിൽ 5 ലക്ഷം രൂപയേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ICUയിലാണ് നിങ്ങളുടെ ബിസിനസ്. അതല്ല, നിങ്ങൾക്കിപ്പോ ഒരു മാസം തൊട്ട് 3 മാസം വരെയുള്ള റിസർവ് ഫണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട് ഇരിക്കാൻ, 3 മാസത്തിന് താഴെ, സ്റ്റിൽ യു ആർ ഇൻ ഡേഞ്ചർ. നിങ്ങൾ ഡേഞ്ചറിലാണ്. കാരണം റവന്യൂ കൂടുന്നില്ല, പക്ഷെ ചെലവ് അതുപോലെ നിൽക്കുന്നു. അതേസമയം നിങ്ങൾക്കൊരു 3 to 6 months ഉണ്ട് നിങ്ങളുടെ റിസർവ് ഫണ്ട് എങ്കിൽ യു ആർ സ്റ്റേബിൾ, നിങ്ങളൊരു നല്ല കമ്പനിയാണ്. അതല്ല, നിങ്ങൾക്കൊരു 6 months പ്ലസ് റിസർവ് ഫണ്ട് ഉണ്ടെങ്കിൽ യു ആർ പവർഫുൾ. ഈ റിസഷൻ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ പൊളിച്ചെടുക്കും. കാരണം എന്താ, ബാക്കി എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോണം എന്നെ, ഈ റിസഷനിൽ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ഈ റിസർവ് ഫണ്ട് ഉള്ളവർ കൂടുതൽ പവർഫുൾ ആകും. ഈ റിസർവ് ഫണ്ട് ഇല്ലാത്തവന്മാരെല്ലാം ഈ മാർക്കറ്റിൽ നിന്ന് തൂത്തെറിയപ്പെടും. കാരണം ഇവർക്ക് സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും, ഇവർക്ക് സപ്ലയർക്ക് പൈസ കൊടുക്കാൻ പറ്റാതെ വരും, ഇവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും, ഇവർക്ക് ബാങ്കിന് ലോൺ കൊടുക്കത്തില്ല, ഇവരുടെ സിബിൽ സ്കോർ താഴെ പോവും, ഇവരുടെ സ്റ്റാഫ് ഇട്ടിട്ട് പോവും, ഇവരുടെ ഓഫീസ് അല്ലെങ്കിൽ ഷോറൂം വിട്ടിട്ട് പോകാനായിട്ട് ലാൻഡ് ലോഡ് ആവശ്യപ്പെടും. കാരണം ഇവർക്ക് റിസർവ് ഫണ്ട് ഇല്ല. അതേസമയം ഇവർക്കോ ഈ ക്രൈസിസ് വന്നിട്ടും അവർ സ്റ്റേബിൾ ആണ്, പവർഫുൾ ആണ് എന്ന് സപ്ലയർക്കും ബാങ്കിനും കസ്റ്റമർക്കും സ്റ്റാഫിനും മനസ്സിലാവുമ്പോൾ ഇവന്മാരുടെ കൂടെ നിൽക്കുന്ന നല്ല സ്റ്റാഫും ഇവരുടെ കൂടെയുള്ള നല്ല കസ്റ്റമേഴ്സും ഇവരെ തേടി വരും. ഇവനെല്ലാം തിരിച്ചു വരും, നിങ്ങളുടെ അടുത്ത് വരും. സാറേ തിരിച്ചു കയറിക്കോട്ടെ എന്ന് ചോദിച്ച് ഞാൻ ഈ പറയുന്ന എഴുതി വെച്ചു. കാരണം എന്താ, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആർക്കാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? ആരാണ് ഇവിടെ വേട്ടക്കാരനായി മാറുന്നത്? ആരൊക്കെയാണോ ഈ പറഞ്ഞ 3+ months അല്ലെങ്കിൽ 6+ monthsലുള്ള റിസർവ് കയ്യിലുള്ളവൻ, അവനായിരിക്കും. അപ്പോഴേ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഈ ക്രൈസിസ് വരുന്ന സമയത്തെ മാർക്കറ്റ് ഷെയർ ഇടിയുന്നില്ല. ഈ മാർക്കറ്റ് ഷെയർ ഉണ്ടല്ലോ, അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ കാശ് എങ്ങോട്ടും പോകുന്നില്ല, കാശ് ഇവിടെ തന്നെ ഉണ്ട്, പക്ഷെ ആ കാശിന്റെ ഷെയർ മാറും. ഇത്രയും നാൾ ഈ കാശ് എന്ന് പറയുന്നത് പലരുടെ കയ്യിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരുന്നത്. ഇപ്പൊ എന്തുണ്ടായി, ആരാണോ സ്റ്റേബിൾ, ആരാണോ പവർഫുൾ, അവന്റെ കയ്യിലേക്ക് ഇത് മൊത്തം വരും, ബാക്കി കുറച്ച് മാത്രമേ ഉള്ളായിരിക്കും പുറത്ത്. ഈ ക്രൈസിസ് വരുമ്പോൾ കൂടുതൽ കാശുകാരനാവുന്ന എന്താണെന്ന് ഇപ്പൊ മനസ്സിലായോ? അവന്റെ കയ്യിൽ റിസർവ് ഫണ്ട് ഉണ്ടെന്നേ. ഈ റിസർവ് ഫണ്ട് ഉണ്ടെങ്കിലുള്ള ഗുണം എന്താ? ഒരു ടെൻഷനും ഇല്ല. അവിടെ ചിന്ത മുഴുവൻ എന്താ, എവിടുന്ന് എന്താണ് അടുത്ത എന്ത് കാര്യം ചെയ്താൽ ഇപ്പൊ കാശുണ്ടാക്കാൻ പറ്റും, എന്താണ് ഇപ്പൊ മാർക്കറ്റിൽ ആവശ്യം. കാശിരിക്കല്ലേ, ആ സാധനം ഇറക്കാം. അവന്റെ ഉള്ളിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? അവൻ പാനിക്കാണ്, അവന് തീരുമാനം എടുക്കാൻ പറ്റാതെ പകച്ചു നിൽക്കുകയാണ്. പക്ഷെ ഇവരോ